ഹരി ഓം. എല്ലാവർക്കും SPYSS NYC മലയാളം ഓൺലൈൻ നടത്തുന്ന അദ്വൈതാമൃതം 18ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകം 27-ന്ന് 33 ശ്ലോകം വരെയാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഇന്ന് ഇത് ആദ്യം ചൊല്ലാനായിട്ട് പങ്കജൻ അണ്ണൻ, ഇന്ദിരാദേവി അക്ക, ഓമനാസിക്ക അക്ക ഇവരെല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുസ്തുതിയും ദൈവദശകവും സോനാക്ക ചൊല്ലുന്നു. അതിന്റെ മുൻപേ ഹരിയോമക്ക, സോനാക്ക. ഹരി ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നീലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ഹരി ഓം. ഹരിയോമക്ക. പിന്നെയും ആത്മോപദേശ ശതകം 27ാമത്തെ ശ്ലോകത്തിൽ നിന്ന് 33 വരെ ചൊല്ലാൻ ആദ്യം പങ്കജാണ്ണനെ ക്ഷണിച്ചോളൂ. ഹരിയോം.
ഹരി ഓം. ഓം ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതാനത നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലും ഇടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. മനമലർ കൊയ്തു മകേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായ മനുരു വിട്ടുമിരിക്കിൽ മായ മാറും. നമസ്തേ. ജഡമറിവിലറിവിന്നു ചിന്തയിൽ ഓതിയിടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്ന ഉഴലുന്നതില്ല നൂനം. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതനുമിതിയിൽ ഇതു മുന്നമക്ഷിയാലേ അനുഭവിയായത് കൊണ്ടു ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞിടേണം. അറിവതു ധർമ്മിയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മിയ ദൃശ്യമാകയാലേ ഹരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. അറിവു നിജസ്ഥിതിയറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയുമവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു. ഹരി ഓം. ഹരി ഓം. ഇനിയും ഈ ശ്ലോകങ്ങളെക്കുറിച്ച് അർത്ഥം പറയാനായി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമിജികളെ ക്ഷണിച്ചുകൊള്ളും. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമ്മൾ 28 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. സാമാന്യമായിട്ടുള്ള അർത്ഥ വിചാരമൊക്കെ നടന്നു. നിങ്ങളെല്ലാവരും അതിനെ ശരിയായ രീതിയിൽ മനനം ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പലപ്പോഴും മനനമാണ് ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തില് ഗുരു നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകത്തില് അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം വരുന്നുണ്ട്. അപ്പൊ ഗുരു പറയുകയാണ്, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്ത് അതല്ലയായെങ്കിൽ മായ മനു ഒരു വിട്ടുമരിക്കൽ മായുമാർ. അപ്പോ വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഗുരു അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മനമലർ, മനസ്സാകുന്ന പൂക്കൾ കൊയ്ത് അത് നമ്മൾ എടുത്തെടുത്തിട്ട് മഹേശ പൂജ ചെയ്യും മനുഷ്യൻ. ആ മഹേശന് പൂജ ചെയ്യുന്ന ഒരു മനുഷ്യൻ
അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് പറയാണ്. അപ്പോ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, മനസ്സാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സാകുന്ന പുഷ്പം നമ്മൾ എടുത്തെടുത്തിട്ട് അത് മഹേശന് പൂജ ചെയ്യണം. അപ്പൊ ഈ മഹേശൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ധരിച്ചു വച്ചിട്ടുള്ള ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ആ ഒരു മഹേശനല്ല. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ആ പറയുന്ന മൂന്ന് ഇതിനകത്ത് പെട്ട ഒരു മഹേശനെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. കാരണം ഇത് ആത്മോപദേശ ശതകമാണ്. ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിന്റെ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ പരമ്പൊരുൾ, പരമാത്മാവ് എന്താണ് എന്നുള്ളതിനെ വിശദീകരിക്കുമ്പോൾ ദേവതാലോകത്തുള്ള ദേവതകളെ ഈ കൂട്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കാറില്ല. നമ്മുടെ ഉപനിഷത്തുകളിലും അങ്ങനെ തന്നെയാണ്. ഉപനിഷത്തിന്റെ സാരം ഒരു പ്രത്യേക ദേവതയെ കുറിച്ച് പറയുക എന്നുള്ളതല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഏതൊരു ചൈതന്യമാണോ, ഏതൊരു ശക്തിയാണോ ഉള്ളത്, അതിനെ നമ്മളുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മഹർഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മഹേശ പൂജ ചെയ്യും എന്ന് പറയുമ്പോൾ അത് വെളിയിലുള്ള ഒരു ഈശ്വരനെ പൂജിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. മനമലർ കൊയ്താണ് ഇവിടെ പൂജ ചെയ്യുന്നത്. മനസ്സാകുന്ന പുഷ്പമാണ്. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വെളിയിലുള്ള ഒരു മൂർത്തിയെ, ഒരു ദേവതയെ കുറിച്ചല്ല ഗുരു വിവക്ഷിക്കുന്നത്. അപ്പോ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ മനസ്സാകുന്ന പുഷ്പം ആണ് നമ്മൾ മഹേശൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ നിയന്തമായിട്ട് വിരാജിക്കുന്ന ആ പരമ്പൊരുളാണ്, പരബ്രഹ്മമാണ്. അപ്പോ ആ മഹേശന്, ആ പരമ്പൊരുളിന് പൂജ ചെയ്യുന്ന, അതായത് തൻ്റെ മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങളെ കൃത്യമായ രീതിയിൽ ഇറുത്തെടുക്കുകയാണ്, അതിനെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ പൂജ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ ചെയ്യുന്ന ഒരാൾക്ക് വേറൊരു വേല, മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് ഗുരു ഉറപ്പിച്ചു പറയാണ്. വേറെ വേല എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള രീതിയിൽ ബാഹ്യമായിട്ടുള്ള പൂജാ രീതികൾ, കർമ്മകാണ്ഡം അവന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഈ ഒരു ശ്ലോകത്തില്, ഈ ഒരു വരിയിലൂടെ പലപ്പോഴും പലരും തെറ്റായി ധരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവചിന്തനം പോലെയുള്ള ഗുരുവിന്റെ കൃതി നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അറിയാം, സാധാരണ ഒരു ദേവതാലോകം, ആ ദേവതകളെ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ചിലപ്പോൾ സിദ്ധികൾ ഉണ്ടാകാം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാം, ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാം. ഇങ്ങനെയുള്ള സിദ്ധികളെല്ലാം അതിനകത്തുണ്ടാകും. കാരണം ആ ദേവതയുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് നമ്മൾക്ക്
അതിനെക്കുറിച്ച് പറയുവാനുള്ള ഒരു സിദ്ധി വിശേഷം നമുക്കുണ്ടാകുകയാണ്. പക്ഷെ എന്താണ് മഹർഷിമാര് പറയുന്നത്? ഈ ദേവതകളെ കുറിച്ച്, അതായത് നമ്മൾ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുൻപ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം, അതിന്റെ യോഗ്യത പറയാണ്. ഇഹ അമുത്ര, ഇവിടെയും അവിടെയും ഉള്ള ഫലഭോഗ വിരാഗം, അതിന്റെ ഫലത്തെ, ഈ ലോകത്ത് കിട്ടുന്ന അതിന്റെ ഫലത്തെ, അതേപോലെ തന്നെ മറ്റു ലോകത്ത് കിട്ടുന്ന ഫലത്തെ, ദേവതാ ലോകത്തൊക്കെ കിട്ടുന്ന ഫലം, അതായത് സ്വർഗകാമോ യജേത, സ്വർഗം ഇച്ഛിക്കുന്നവൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോകങ്ങളെ ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്യട്ടെ എന്ന് പറയാണ്. ആ രീതിയിലുള്ള ഉപാസന ചെയ്യട്ടെ എന്ന് പറയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ ജനന മരണങ്ങൾ ഇല്ലാത്ത ആ ഒന്നിനെ സാക്ഷാത്കരിക്കുവാൻ ഇതിന് പര്യാപ്തമല്ല. ഈ ദേവതകൾക്കും നമ്മൾക്ക് മോക്ഷം നൽകുവാൻ, അതായത് നമ്മൾക്ക് ജ്ഞാനം നൽകുവാൻ അവരും പ്രാപ്തരല്ല എന്നുള്ളതാണ് അവരുടെ കെട്ടുപാടുകൾ സൂചിപ്പിക്കുന്നത്, നമ്മളെ കാണിക്കുന്നു. മനുഷ്യനെ അപേക്ഷിച്ച് ദേവതകൾക്ക് കുറേയും കൂടി വർഷങ്ങൾ കൂടുതലുണ്ട്, അവർക്ക് കുറെ കാഴ്ചപ്പാടുകളുണ്ട്, ശരിയാണ്. പക്ഷെ മനുഷ്യരായിരുന്ന ആളുകൾ സത്കർമ്മങ്ങൾ ചെയ്ത് ദേവതാ ഉപാസന ചെയ്ത് ആണ് അവര് ആ ലോകത്ത് എത്തിച്ചേർന്നത്. അവരും നാളൊരു സമയത്ത് അതുപോലെ ഒരു ദേവതയായിട്ട് മാറും. പക്ഷെയോ അത് കഴിയുമ്പോഴോ ആ പുണ്യം ക്ഷയിക്കും. കാരണം ഇവിടെ മനുഷ്യനായിട്ടിരുന്ന് നേടിയിട്ടുള്ള പുണ്യം സമ്പാദിക്കുവാനായിട്ട് ആ ലോകത്ത് പറ്റില്ല. അവിടെ നമ്മൾ ആ സമ്പാദിച്ച പുണ്യത്തെ അനുഭവിച്ചു തീർക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ ഈ ദേവതകൾ ഉൾപ്പെടെ എല്ലാവരും എവിടേക്ക് വരുന്നു? മനുഷ്യന്റെ ലോകത്തേക്ക്, മനുഷ്യരായിട്ട് ജനിക്കുകയാണ്. എന്നിട്ടോ ഇവിടെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് അവന്റെ ആ പ്രാരബ്ധത്തിനനുസരിച്ചിട്ട് അവൻ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി അവിടെ ഒരു സത്സംഗത്തിന്റെ വിലയൊക്കെ മനസ്സിലാക്കി അപ്പോഴേക്കായിരിക്കും ഒരുപക്ഷെ ശരീരം പതിച്ചു പോകുന്നത്, അതായത് മരിച്ചു പോകുന്നത്. അപ്പോ ആ സാക്ഷാത്കാരം നേടാൻ പറ്റാതെ ആ ഒരു അവസ്ഥയിൽ ശരീരം വിട്ടുപോകുന്ന ഒരു ജീവൻ സ്വാഭാവികമായിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ അതിനറിയാം. അതുകൊണ്ട് ഈ വരുന്ന അടുത്ത ജന്മം എടുക്കുമ്പോൾ ഇനി അങ്ങനെയുള്ളൊരു അപകടത്തിൽ പെടാതെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ മറ്റു സൂക്ഷ്മ ലോകത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും വെച്ച് പൊറിപ്പിക്കാതെ അതിന്റെ ദോഷവശങ്ങളെ മനസ്സിലാക്കിയിട്ട് ഉള്ളത് കൊണ്ട് ഇനി അങ്ങനൊരു ഭൗതികമായിട്ടുള്ള സുഖം ആവശ്യമില്ല എന്നുള്ള ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ആ ജീവനിൽ കിടക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഉള്ളത് കൊണ്ട് ആ ഒരു ജീവൻ ജനിക്കുന്നത് പൊതുവെ പറയുന്നത് ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായത. അപ്പോ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാധന അനുഷ്ഠിക്കുന്ന അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മകനോ മകളോ ആയിട്ടായിരിക്കാം അതിലൂടെ ആ ജീവൻ ജനിക്കുന്നത്. അങ്ങനെ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടൻ. യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. ആ ഉദ്ദേശിച്ച രീതിയിൽ സാക്ഷാത്കാരം നേടാൻ പറ്റാതെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ജീവൻ. അപ്പൊ ചിലപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ സിദ്ധികളിലൊക്കെ ഭ്രമിച്ച് ഭ്രഷ്ടനായി പോയിട്ടുണ്ടാവാം. കാരണം ട്രാക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരെയാണ് യോഗ ഭ്രഷ്ടൻ എന്ന് പറയുന്നത്. അത് സന്യാസിമാര് മാത്രമല്ല, ആരൊക്കെയാണോ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. ഈ വസ്ത്രം കണ്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. അയാള് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനിയാണോ സന്യാസിയാണോ ഗൃഹസ്ഥനാണോ എന്ന് അറിയത്തില്ല. അപ്പൊ സാധന ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അവന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അവന്റെ ആ ഒരു ഉറപ്പിൽ ആത്മസാക്ഷാത്കാരമാണ്, സെൽഫ് റിയലൈസേഷൻ ആണ് അവന്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ അവൻ
അല്ലെങ്കിൽ ആ ജീവൻ എന്ത് ചെയ്യുന്നു? അതിന് അനുസരിച്ചുള്ള ഒരു അച്ഛന്റെയോ അമ്മയുടെയോ മകനോ മകളായിട്ട് ജനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അച്ഛനും അമ്മയും ഒക്കെയാണ് വസുന്ധര പുണ്യവതീച്ച തേന എന്നൊക്കെ പറഞ്ഞിട്ടത് അവിടെ പുണ്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ അമ്മ പുണ്യവതിയായി മാറുന്നു, വസുന്ധര പുണ്യവതിയായിട്ട് മാറുന്നു. അപ്പൊ ആർക്കാണോ അങ്ങനെയുള്ള ഒരു 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 ജീവന്, ഒരു പുണ്യാത്മാവിന് ജന്മം കൊടുക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പരമ പവിത്രമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇതെല്ലാം ചേർന്ന് കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ മഹേശ പൂജ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിന്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പൊ ദേവതാ ലോകത്തേക്ക് ആണ് നമ്മുടെ ശ്രദ്ധ എങ്കിൽ അവിടെ അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ബ്രഹ്മവിദ്യ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മൾക്ക് വേണ്ടുന്നത് ആ പരമമായിട്ടുള്ള ചൈതന്യം, അതായത് നമ്മളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതല്ലാതെ വേറൊരു ലോകത്ത് പോകുക, അവിടെ കുറെ നാൾ സുഖിക്കുക, വീണ്ടും തിരിച്ചു വരിക, അതല്ല. നമ്മൾക്ക് വേണ്ടുന്നത് ഈ വരവ് പോക്കില്ലാത്ത നിത്യ സുഖ സ്വരൂപമായിട്ടുള്ള, നിത്യമുക്ത സ്വരൂപനായിട്ടുള്ള, സുഖസ്വരൂപനായിട്ടുള്ള, എന്നും ഒരിക്കലും ഉദിക്കുകയോ പൊലിയുകയോ ചെയ്യാത്ത ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിമിതമായിട്ടുള്ള ഈ ലോകത്ത്, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മൾ ഈ ജീവൻ അല്ലെങ്കിൽ ഈ ചൈതന്യം ഇരിക്കുമ്പോഴും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് വിമൂഢൈവ പര്യടൻ. അപ്പൊ ഒരു മൂഢനെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ജീവിക്കുകയാണ്. പക്ഷെ പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല ജീവനും ചില സങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ട് ആ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ജന്മമെടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അവരുടെ കൂടെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യുവാനായിട്ട് ആ ആചാര്യന്റെ കൂടെ കൂടുകയൊക്കെ ചെയ്യാം. അതൊരു പക്ഷേ ആചാര്യന്റെയും സങ്കല്പം ഉണ്ടാവാം. കഴിഞ്ഞ ജന്മത്തിലൊക്കെ വിചാരിക്കും, ഇപ്പോഴും പലരും വിചാരിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, എങ്ങനെയെങ്കിലും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് പറ്റും? ചിലപ്പോൾ അവർക്ക് ഈ ജന്മത്തെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരികയോ, അഥവാ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരു പരിപൂർണമായിട്ടുള്ള സംതൃപ്തി ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും, ഇനി ബാക്കി അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തു തീർക്കും. അപ്പൊ അങ്ങനെ ചില സങ്കല്പങ്ങൾ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ വീണ്ടും ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുന്നു. അവരുടെ കൂടെ കുറെ ആളുകൾ, ഭക്തന്മാര് എന്നുള്ള രീതിയിൽ അവരും കുറെ ആ ജീവൻ കൂടെ കൂടുന്നു. അങ്ങനെ അതൊരു കൂട്ടായിട്ടുള്ള ഒരു 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 നമ്മളൊരു എന്താ പറയുന്നത്, കൂട്ടായിട്ടുള്ളൊരു സഞ്ചാരമാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ഇതിന്റെ പുറകിൽ ഒരു മഹേശനെ, അതായത് ചൈതന്യത്തെ ആണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കാമക്രോധ ലോഭ മോഹാദികളാകുന്ന പുഷ്പങ്ങളെ, അതാണ് മനമലർ, മനസ്സാകുന്ന പുഷ്പത്തെ നമ്മൾ കൊയ്തെടുക്കുകയാണ്. പിന്നീട് അവിടെ അത് കിളിർത്തു വരുന്നില്ല. അങ്ങനെ ആ പരമ്പൊരുളിൽ പൂജ ചെയ്യുന്ന മനുജൻ മനനം ചെയ്യുന്നവനാണ്, അല്ലെ? മനുജൻ അവന് വേറെ ഒരു ജോലി, വേറെ ഒരു പൂജയോ മറ്റു കർമ്മങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ജ്ഞാനികൾ, സ്ഥിതപ്രജ്ഞന്മാർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവർ ജോലി ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴും സത്യത്തില് അവർ ജോലി ചെയ്യുന്നില്ലെന്നുള്ള, ഒന്നും ചെയ്യുന്നില്ല. അവരുടെ എന്തുകൊണ്ടാണ്? ബാഹ്യമായിട്ട് ഈ ശരീരം നടക്കുന്നതായിട്ടും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും അജ്ഞാനിക്ക് തോന്നാം. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം ഒന്നും ചെയ്യാത്തതാണ്. നൈവ കിഞ്ചിത് കരോമീതി എന്നൊക്കെ ഗീത പറയും. കാരണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്നത് ഏതോ അതാണ് ശരിക്കുള്ള പരമ്പൊരുൾ, ശരിക്കുള്ള മഹേശൻ. അപ്പോ അങ്ങനെ നമ്മൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ നമ്മളുടെ ഗുരുവിന്റെ വാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനമലർ കൊയ്ത് നമ്മളിൽ എത്ര പേർ ആ രീതിയിൽ പരിപൂർണമായിട്ടുള്ള
സമർപ്പണം നടത്തിയിട്ടുണ്ട്, നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോ സാധിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെയാണ് അതിനെ സാധിക്കാതെ നിർത്തുന്ന ഘടകങ്ങൾ? വളരെ ലളിതമായിട്ടാണ് ഗുരു പറഞ്ഞത്, മനസ്സാകുന്ന പുഷ്പത്തെ. കാരണം മനസ്സിനകത്താണ് ഈ വക പ്രശ്നങ്ങൾ മൊത്തം കിടക്കുന്നത്. അതിനെ നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് സമർപ്പിക്കുവാൻ, അതായത് ജ്ഞാനാഗ്നി ദഗ്ധകർമ്മമാണ്. അപ്പൊ ജ്ഞാനാഗ്നി അല്ലെങ്കിൽ ആ ജ്ഞാനമാകുന്ന വാൾ നമുക്ക് അവിടെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ഇവിടെ വേറൊരു പൂജ, ബാഹ്യമായിട്ടുള്ള പൂജ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ്. അപ്പൊ ചില സാധുക്കൾ അല്ലെങ്കിൽ സന്യാസിമാർ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ അവര് ഒരു പൂജയും ചെയ്യാതെ അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് നിഷ്ക്രിയരായിട്ട് നടക്കുന്ന കാണാം. അതുകൊണ്ട് ഈ അവധൂതന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ അവരങ്ങനെ നടക്കുന്ന, അപ്പൊ ഇന്ന് എല്ലാവരും അവധൂതന്മാരെന്നല്ല പറയുന്നത്. അവധൂതന്മാര് പൊതുവെ ഈ ലോകത്തോട് അവര് വൈമുഖ്യമുള്ളവരാണ്. അവർക്ക് അതിനോട് യാതൊരു താല്പര്യവുമില്ല. എന്തുകൊണ്ടാണ്? ഇത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പുറത്ത് കാണുന്ന പ്രകൃതി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ ദുഃഖങ്ങൾ മാത്രം, അതിനകത്തുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് ദുഃഖങ്ങൾ മാത്രം സംഭാവന ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ആരും, ജ്ഞാനികളായിട്ടുള്ള ആരും മനസ്സ് കൊടുക്കില്ല. അവരുടെ മനസ്സ് എവിടെയാണോ സാധാരണ വ്യക്തി ഉണർന്നിരിക്കുന്നത് അവിടെ ജ്ഞാനി അല്ലെങ്കിൽ യോഗി ഉറക്കമായിരിക്കും എന്ന് പറയണം. അതുപോലെ എവിടെയാണോ ജ്ഞാനി അല്ലെങ്കിൽ യോഗി ഉണർന്നിരിക്കുന്നത് അവിടെ സാധാരണക്കാരൻ ഉറങ്ങുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരിക്കൽ ഒരു ഭക്തൻ പറയുകയായിരുന്നു, അങ്ങ് വലിയ ജ്ഞാനിയാണ്, ത്യാഗിയാണ്, മഹാത്മാവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ രാമകൃഷ്ണദേവൻ പറയുകയായിരുന്നു, ഞാനല്ല ത്യാഗി, നിങ്ങളാണ് ത്യാഗി. എന്തുകൊണ്ട്? അപ്പോ ഏറ്റവും പ്രിയമായിട്ടുള്ളതിനെ, ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ടതിനെ ത്യജിക്കുക, അത് ചെയ്യുന്നവനാണ് ത്യാഗി. അപ്പോ ഇവിടെ ഗൃഹസ്ഥാശ്രമികൾ, അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസാശ്രമത്തിലുള്ളവരായാലും ബ്രഹ്മചര്യാശ്രമത്തിലുള്ളവരായാലും ഇതിനെ ശരിയായ രീതിയിൽ ത്യജിക്കേണ്ടത് എന്താണ് എന്നറിഞ്ഞുകൊണ്ട് ത്യജിക്കാതെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയും അതേ സമയത്ത് തനതായ സ്വത്വം അല്ലെങ്കിൽ ആ ചൈതന്യത്തെ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നത്, രാമകൃഷ്ണദേവൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ രാമകൃഷ്ണദേവൻ ഈ ഭൗതികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള സുഖത്തെ ഉപേക്ഷിച്ചു, അതാണ് ത്യാഗം. നേരെ മറിച്ച് ഗൃഹസ്ഥാശ്രമികളോ ഈ നൈമിഷികമായിട്ടുള്ള സുഖത്തെ വിടാതെ, അതിൽ വിരക്തി വരാതെ അവർ വീണ്ടും 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 അതിൽ പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ അത് അറിവ് ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അതിൽ നിന്ന് മുക്തരാകാൻ. അതിന്റെ അർത്ഥം ഇതെല്ലാം വിട്ടുകൊണ്ട് വീട് വിട്ടു പോകണമെന്നല്ല. മഹർഷിമാരൊക്കെ പണ്ട് അവര് വിവാഹം കഴിച്ച് കുട്ടികളുമായിട്ടൊക്കെ ജീവിച്ചിരുന്നവരാണ്, അവരെങ്ങും പോയിട്ടില്ല. അപ്പോ ഗൃഹസ്ഥാശ്രമിക്കും അത് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ്? ഈ രീതിയിൽ മനമലർ കൊയ്ത് ഈ രീതിയിൽ ജ്ഞാനമാകുന്ന ആ ശരിക്കുള്ള പുഷ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് അവൻ ഉണരുമ്പോൾ മറ്റെല്ലാം വിട്ടിട്ട് അവന് പരിപൂർണമായിട്ടുള്ള ആ ഒരു കൃതകൃത്യതയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അങ്ങനെ അല്ലെങ്കിലോ, വനമലർ കൊയ്ത് അതല്ലയായെങ്കിൽ മായാ മനു ഒരു ഇട്ട് ഇരിക്കൽ മായ മാറും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടുന്നത്? ഇനി അങ്ങനെ ചെയ്യാൻ ഹെൽപ്പില്ലാത്തവർ വനമലർ കൊയ്ത്, അപ്പോ അവിടെ ഒരു പക്ഷേ നമുക്ക് ബാഹ്യ പൂജകൾക്ക് ഒരു ചെറിയ ഇത് വരാം. പക്ഷെ വനമലർ കൊയ്ത് പൂജ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ,
അത് പറ്റാതെ വന്നാൽ, അത് കൊയ്യാൻ പറ്റാതെ വന്നാൽ, ഈ വനമലർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളാണ്. അപ്പോ അപ്പോ വെളിയിലുള്ള പുഷ്പത്തെക്കാളും ഉപരിയായിട്ട് അകത്ത് നിൽക്കുന്ന ഈ കാട്ടുപൂക്കളെ, അപ്പോ നല്ല പൂക്കളും ചീത്ത പൂക്കളും ഉണ്ട്. മനസ്സിനകത്തുള്ള നല്ല വൃത്തികളുണ്ട്, ചീത്ത വൃത്തികളുണ്ട്. അപ്പോ ഇതെല്ലാമാണ് നമ്മുടെ ജന്മത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത്, നമ്മുടെ ദുഃഖത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത്, നമ്മുടെ സുഖത്തിന് കാരണമായി ഭവിക്കുന്നത്. അപ്പോ ഇനി അതല്ല എങ്കിലോ, ഈ മായ വിട്ടുപോകണമെങ്കിലോ, ശരിക്കും അത് നമ്മളവിടെ ശരിയായ രീതിയിലുള്ള ഒന്നൊന്നായി എണ്ണി നമുക്ക് അവിടെ പൊരുൾ ഒടുക്കിയേ പറ്റൂ. അപ്പോ മായാമനു ഒരു വിട്ട് ഇരിക്കിൽ. അപ്പം അവിടെ നിരന്തരമായിട്ടുള്ള മനനം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ മായയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മായ മാറുക എന്നുള്ളത്, മായയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓരോ വ്യക്തിയും, ഓരോ ജിജ്ഞാസുവും, ഓരോ സത്യാന്വേഷിയും അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മായയെ മാറ്റിയെടുക്കാൻ വേണ്ടുന്ന നിരന്തരമായിട്ടുള്ള, അവര് ഉപനിഷത്തിലും ഗീതയിലൊക്കെ പറയുന്നത് നിരന്തരമായിട്ടുള്ള അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. അപ്പൊ ഗുരു ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല. അതേപോലെ ഒന്നൊന്നായി എണ്ണി അതുപോലെ ചിന്തിച്ച് ചിത്തായിരിക്കണം. ഇങ്ങനെ ഓരോ കൃതികളിലും ഓരോ സന്ദർഭത്തിലും ഗുരുദേവൻ പല പല ഉദാഹരണങ്ങളിലൂടെ പറയുകയാണ്, ചിന്തിച്ച് ചിത്തായിരിക്കുക. ഇവിടെയും ഈ മായാമനുവരു ഇടുക എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഈ ചിന്തിച്ച് ചിത്തായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിത്തായിട്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ തന്റെ സ്വരൂപം എന്ന് പറയുന്നത് ചിത്താണ്, ചിത് സ്വരൂപം എന്ന് പറയും. ആ സ്വരൂപമാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉണരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്തുണ്ടാകുന്നത്? നമ്മുടെ മായ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ മഹർഷിമാർ വിശാലമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരായിരുന്നു. ഹൃദയ വിശാലത എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഈ അറിവ് എല്ലാവർക്കും ഇത്രയും നൂലിഴ കീറി അല്ലെങ്കിൽ തലനാരിഴ കീറി അങ്ങ് പോകാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അവര് യോഗമാർഗം, അതുപോലെ ഭക്തിമാർഗം, കർമ്മയോഗം, ഇതൊക്കെ 4 വഴികൾ അവരെന്തിനാ ചെയ്തു തന്നത്? അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇന്നതുപോലെ ചെയ്യണമെന്ന് നിർബന്ധം അവർ പറയുന്നില്ല. അവനവന്റെ കഴിവ്, അവനവന്റെ മനസ്സിന്റെ, അവനവന്റെ ബൗദ്ധികതയുടെ, അവനവന്റെ ഹൃദയ വിശാലതയുടെ ആ തലം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വയം മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു ഗുരുവിന്റെ സഹായം തേടുന്നത്. അപ്പോ ഈ മന്ത്രദീക്ഷയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അപ്പോ ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് നമ്മുടെ ഈ വഴിയിൽ വന്ന് ഭവിക്കാവുന്ന തടസ്സങ്ങൾ ഒരുപാടുണ്ട്. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പല പല പ്രശ്നങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരെയും നമുക്ക് ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതായത് മന്ത്രദീക്ഷ, ശരിക്കുള്ള ജ്ഞാനം ഉപദേശിച്ചിരുന്ന ഗുരുക്കന്മാരെന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിരിക്കാം. അപ്പൊ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചിട്ട് അവരവർ അങ്ങനെയുള്ള ഗുരുവിനെ കണ്ടെത്തുകയാണ്. അതിന് ഗുരുലാഭം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ആ ഗുരുവിന്റെ, കാരണം ആ ഗുരു ഉപദേശിച്ചു തരുന്ന കർമ്മങ്ങളുമായിട്ട്, ആശയങ്ങളുമായിട്ട്, ദർശനവുമായിട്ട് ബന്ധമുള്ള വ്യക്തികൾ, അവർ ശിഷ്യന്മാരോ സുഹൃത്തുക്കളോ ആരോ ആകാം. അപ്പോ അവരൊന്നിച്ചിങ്ങനെ കൂട്ടത്തിലേക്ക് വരികയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആ ഗുരുവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ് ആ ശിഷ്യന്റെ അല്ലെങ്കിൽ ശിഷ്യയുടെ മനസ്സ് തെളിയുന്നത്. കാരണം അത്രമാത്രം തടസ്സങ്ങൾ ഈ വഴിയിൽ വരും. ശ്രേയാംസി ബഹുവിജ്ഞാനി എന്നാണ്.
ശ്രേയസ്സിലേക്കുള്ള മാർഗത്തിലേക്ക് ധാരാളം വിഘ്നങ്ങൾ ഉണ്ടാകും. ആ വിഘ്നങ്ങളെല്ലാം നിരന്തരമായിട്ട് നമ്മൾ കടലില് ഒരു പൊരുള് വീണ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? നിരന്തരം തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കരയ്ക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഓരോരുത്തരും ഈ മായ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ധ്യാനിക്കുക, അതുപോലെ മനനം ചെയ്യുക. ഇങ്ങനെ മനസ്സിൽ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യജന്മം കൃതകൃത്യമാകുന്നത്. അപ്പൊ നമ്മള് ധ്യാനത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് ഇന്ന് നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ അടിത്തറയായിട്ട് നമുക്ക് വേണ്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ധ്യാനമാണ്. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള മനസ്സിനകത്തുള്ള നല്ല പൂക്കളെയും ചീത്തപ്പൂക്കളെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാനും അതൊക്കെ നമുക്ക് അറുത്ത് കളയാനും, ഈ നല്ലതും ചീത്തവും ഒക്കെ നമ്മൾ അറുത്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ആ ഒരു മായ മാറി നമുക്ക് ആ ഒരു പരിപൂർണതയിലേക്ക്. ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗഗൻയാൻ, നമ്മുടെ സ്പേസിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ പോയി. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന അദ്ദേഹവും ഇവിടെ ഇരുന്ന് ഇദ്ദേഹവും സംസാരിക്കുകയാണ്. അപ്പം പ്രധാനമന്ത്രി അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ശുഭാംശയോട് ചോദിക്കുന്നുണ്ട്. ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ മെഡിറ്റേഷന്റെ സ്ഥാനത്തെക്കുറിച്ച്, മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത്രമാത്രം ഭൗതികമായി നമ്മൾ മുന്നേറുമ്പോഴും അവിടെയൊക്കെ അതിനെ ബാലൻസ് ചെയ്തു പോകാൻ, ഈ മനസ്സിനെ നമുക്ക് സമത്വത്തില് ഒരു ബാലൻസിങ് സ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഈ മനമലർ ശരിക്കും നമ്മൾ അറുക്കണം. അതായത് ഇതിനകത്തുള്ള കാട്ടുപൂക്കളെയും ഒക്കെ നമ്മൾ അറുത്ത് മാറ്റി ആ ഒരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിരന്തരമായിട്ടുള്ള ദിവസവുമുള്ള മെഡിറ്റേഷൻ, അതിലൂടെ മാത്രമേ ഈ പ്യൂരിഫിക്കേഷൻ, ഈ മനസ്സിനകത്തുള്ള പ്യൂരിഫിക്കേഷൻ നടക്കുള്ളൂ. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ജന്മം കൃതകൃത്യമാകുമെന്നുള്ളതാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു മതല്ലയായിൽ മായ മനോരു വിട്ടുമിരിക്കൽ മായ മാറും. അടുത്ത ശ്ലോകം നമ്മൾ 30-ാമത്തെ ശ്ലോകമാണ്. അപ്പോ ഗുരു സൂചിപ്പിക്കുകയാണ്, ജഡമറിവീല അറിവിന് ചിന്തയില്ല ഓതിടുകയുമില്ല അറിവെന്ന് അറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്ന് ഉഴലുന്നതില്ല നൂനം. അപ്പോ ഈ ഉടലിൽ, ഈ ശരീരത്തിൽ ഒരു കാരണവശാലും കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോ ആ രീതിയിലേക്ക് മാറി വരാനായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളാണ്. ജഡം അറിയുന്നില്ല, ജഡം അറിവിയില്ല, ജഡത്തിന് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പിന്നെയോ അറിവിന് ചിന്തയില്ല. ഈ അറിവ്, ബോധം, അതിന് ചിന്തയൊന്നുമില്ല. ഈ നമ്മുടെ എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന അതിനെയാണ് അറിവെന്ന് ഗുരു വിശേഷിപ്പിക്കുന്നത്. ആ അറിവിന് ചിന്തയില്ല. പിന്നെയോ ഓതിടുകയുമില്ല. പിന്നെ അതുകൊണ്ട് ഒന്നും ആ ചൈതന്യം ഒന്നും പറയുന്നുമില്ല. പിന്നെയോ അറിവെന്ന് അറിഞ്ഞ്, എല്ലാം അറിവാണെന്ന് അറിഞ്ഞ് സർവം വിടുകിലവൻ, എല്ലാത്തിനെയും വിട്ടുകളഞ്ഞാൽ, അല്ലെങ്കിൽ കളയുന്നവൻ ആരോ, എല്ലാം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ബാഹ്യമായിട്ട് കാണുന്ന ഇതിനെല്ലാത്തിനെയും
ആരാണോ വിട്ടുകളയുന്നത്, ഉപേക്ഷിക്കുന്നത്, വിശദാന്തരംഗനായി. അപ്പോ വിശദാന്തരംഗം ഈ നമ്മുടെ സ്വയം ഈ പരമ്പൊരുൾ തന്നെയാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടിട്ട് മേൽ ഇനി അങ്ങോട്ടേക്ക് ഉടലിൽ അമർന്ന് ഈ ഉടൽ ശരീരത്തിൽ തന്നെ ഇരുന്ന് ഉഴലുന്നതില്ല. അങ്ങനെ ഉഴലേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. നൂനം അത് ഉറപ്പിച്ചു പറയാണ് കൃത്യമായിട്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെറുതെ ഈ ശരീരം എടുത്ത് ഇങ്ങനെ പുനരഭിജനനം, പുനരഭിമരണം, അതാണ് ഉഴലുക എന്ന് ഇവിടെ ഗുരു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ പിന്നെ വേണ്ടി വരില്ല എന്ന് ഉറപ്പായിട്ട് പറയാണ്. അപ്പൊ ജഡം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജഡം എന്ന് പറയുന്നത് ഇനേർട്ട് ആയിട്ടുള്ളതാണ്, സ്വന്തമായിട്ട് ചൈതന്യമില്ലാത്ത ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ മുൻപിലിരിക്കുന്ന പുസ്തകം, നമ്മുടെ മുൻപിലിരിക്കുന്ന മൊബൈൽ, നമ്മളിരിക്കുന്ന കെട്ടിടം, ഇതൊക്കെ ജഡമാണ്. ഈ ശരീരം ഉൾപ്പെടെ ജഡമാണ്, ബുദ്ധി ഉൾപ്പെടെ ജഡമാണ്. എന്തുകൊണ്ടാണ്? ഈ ജഡത്തെ പ്രകാശമാക്കി മാറ്റുന്നത്, ജഡത്തെ ചൈതന്യമാക്കി മാറ്റുന്നത് ഈ അറിവാണ്, ഗുരു പറയുന്ന പരമ്പൊരുളാണ്. അപ്പോ ഇതിനെല്ലാത്തിനെയും ചലിപ്പിക്കണമെങ്കിൽ, അതിന് ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ഈ അറിവ് അവിടെ വേണം. പക്ഷേ ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാകേണ്ടത്? നമ്മൾ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. നമ്മൾ ദിവസവും ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ പൂർണ്ണം, ഇതിവിടെ എല്ലാം പൂർണ്ണം തന്നെയാണ്. അത് പൂർണ്ണമദഃ, അത് പൂർണ്ണമിദം, ഇത് ഈ കാണുന്നത്. അപ്പൊ അതും ഇതും എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പരമ്പൊരുള്, ഒന്ന് ഈ പ്രപഞ്ചം. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന് ജഡമാണെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ വിടുകിൽ അവൻ വിശദാന്തരംഗനായി അറിയുമ്പോഴോ ഇതെല്ലാം നമ്മൾ ഇതിനെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തു പോകുമ്പോൾ ഇവിടെ ജഡമായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന, ഉറപ്പിച്ചിരുന്ന അതും ജഡമല്ല എന്നുള്ള അറിവിലേക്ക് വരും. അപ്പൊ ഇവിടെ ജഡം അറിയുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഭൗതികമായിട്ടുള്ള ഈ ചൈതന്യമില്ലാത്ത ഒന്നിന് അറിവുണ്ടാവില്ല. അപ്പോൾ അവിചാര ദശയിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴോ അത് എപ്പോഴും വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ സംശയവും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇപ്പോ ഈ ജഡത്തെ, ഇപ്പൊ നമ്മുടെ മുൻവശത്തിരിക്കുന്ന പുസ്തകത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിനെ, അല്ലെങ്കിൽ നമ്മുടെ പേനയെ നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അത് നമ്മളിങ്ങനെ മുറിച്ച് പോകുമ്പോൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു കണത്തിലേക്ക് അല്ലെങ്കിൽ ആറ്റമിലേക്ക്, ഇപ്പൊ നാനോ ഫിസിക്സ് ഒക്കെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആ തലത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അത് ശുദ്ധമായിട്ടുള്ള ആ പ്യുവർ കോൺഷ്യസ്നെസ് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോഴോ, അതുകൊണ്ടാണ് എനർജി കൺസർവേഷൻ തിയറിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ എനർജിയെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അപ്പൊ അത് എപ്പോഴും ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോ ഇവിടെയും എന്താണ്? ഈ അറിവ് അതിന് യാതൊരു മാറ്റവും വരാതെ ഇവിടെ മാറി എന്ന് നമ്മൾ ധരിക്കുകയാണ്. അതാണ് മായ. അപ്പൊ നമ്മളൊക്കെ പെട്ടിരിക്കുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് ജഡം അറിയില്ല, ഈ കാര്യം ജഡത്തിന് അറിയില്ല. അപ്പൊ മനസ്സ് ആ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. പിന്നെയോ അറിവിന് ചിന്തയില്ല. അപ്പൊ ഈ പരമ്പൊരുളിന്
അങ്ങനെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുൻവശത്തിരിക്കുന്ന ഫോണിനെയോ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെയോ ഒക്കെ നമ്മൾ കാണുമ്പോഴും വേണ്ട, നമ്മൾ ഈ പ്രകാശത്തെ കാണുമ്പോഴും നമ്മൾ ശരിക്കും പ്രകാശത്തെ അല്ല കാണുന്നത് എന്നുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ കാണുകയാണെങ്കിൽ, കാരണം അത് മോഡേൺ സയൻസിന്റെ തലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിന്റെ പരിമിതികളെ കുറിച്ച്. ഇനി അഥവാ നമ്മൾ പ്രകാശത്തെ കാണുകയാണെങ്കിലോ, നമ്മുടെ മുൻവശത്തിരിക്കുന്ന ലൈറ്റ് ഇതൊക്കെ കാണുകയാണെങ്കിലും ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്ന് നമ്മളിലുണ്ട്. ഈ ഇരുട്ടിനെയും പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമാണ് ഞാൻ. അതേപോലെ സൂര്യനെ പോലെ, സൂര്യനാണ് ഈ പ്രപഞ്ചത്തെ മൊത്തം അല്ലെങ്കിൽ ഈ ലോകത്തെ മൊത്തം പ്രകാശിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ എത്രയോ ഗാലക്സികളുണ്ട്, എത്രയോ സൂര്യന്മാർ വേറെയുണ്ട്. പക്ഷെ നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സൗരയൂഥത്തെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് സൗരയൂഥങ്ങളും മിൽക്കി വേ അത് ഒരുപാട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ന് പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ മഹർഷിമാർ ഇതിനൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനെ കണ്ടെത്തുമ്പോഴും അവർ പറയുന്നത് എന്താണ്? ആ പ്രകാശത്തെ പോലും, ഇപ്പൊ സൂര്യൻ എന്നുള്ള ആ വലിയ പ്രകാശത്തെ പോലും പ്രകാശിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം. ഞാനെന്ന് പറയുന്നത് ഈ പരിമിതമായിട്ടുള്ള ഞാനല്ല, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, എന്നിൽ എപ്പോഴും ഞാൻ എന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്ന, അതില്ലെങ്കിൽ ഇതെല്ലാം നിഷ്പ്രഭമാണ്. അപ്പോ തസ്യഭാസ സർവമിതം വിഭാതി ഉപനിഷത്ത് പറയാണ്. അപ്പൊ നമ്മൾ ആരതിയൊക്കെ നടത്തുമ്പോൾ ചൊല്ലും ആ മന്ത്രമൊക്കെ. ഈ അഗ്നിയെയും തസ്യഭാസ സർവമിതം വിഭാതി. അപ്പോ ഇന്ന തത്ര സൂര്യോ ഭാതി ഇന്ന ചന്ദ്രതാരകം. അവിടെ സൂര്യനോ നക്ഷത്രങ്ങളോ അവിടെ ശോഭിക്കുന്നില്ലെന്നാണ്. എവിടെയാണ്? പുറത്തല്ല. ഈ ചൈതന്യത്തിന് മുമ്പിൽ അവരൊക്കെ നിഷ്പ്രഭരാണ്. ഈ ചൈതന്യത്തിന്റെ, ഈ പരമ്പൊരുളിന്റെ പ്രകാശത്തിലാണ് അതെല്ലാം പ്രകാശിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു പോകുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഗഹനമായിട്ട് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ, ആലോചിക്കുക എന്ന് പറയുന്നത് അതിന് ധ്യാനത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇത് നമുക്ക് റിവീലായി വരുന്നത്. ഇതെല്ലാം നമ്മളിലേക്ക് നമുക്ക് തുറന്നു വരുന്നത് എപ്പോഴാണ്? ഈ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക്, നമ്മുടെ ഈ ഉപരിപ്ലവമായിട്ടുള്ള മനസ്സിന്റെ കൊച്ചു തലങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്ത്? ഈ അറിവിന് ചിന്തയില്ല, അത് ഓതുന്നുമില്ല. അങ്ങനെ ഉള്ളതാണ് അറിവ് എന്ന് അറിഞ്ഞുകൊണ്ട് സർവം വിടുകിൽ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ എല്ലാത്തിനും നമ്മൾ വിട്ടുകളയുമ്പോഴോ, ഈ അജ്ഞാനത്തിലിരിക്കുന്ന ഈ മനസ്സ്, ആ ജീവൻ, അതെല്ലാം വിട്ടുകളഞ്ഞാൽ പിന്നെ ഇതെല്ലാം വിശദാന്തരംഗനായിട്ട്, ഇതെല്ലാം സർവം ഖലിതം ബ്രഹ്മ. നമ്മളെ മഹാവാക്യമൊക്കെ നമ്മൾ ഇവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ വിശദാന്തരംഗനായിട്ട് അറിയുമെന്ന് പറയുമ്പോൾ അത് ഗുരു തത്വമസി ഉപദേശിക്കുന്നു. ആ ഉത്തമനായ ശിഷ്യൻ അഹം ബ്രഹ്മാസ്മി എന്ന് അത് സാക്ഷാത്കരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി സാക്ഷാത്കരിച്ച് കഴിയുമ്പോഴോ സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്, അയം ആത്മാ ബ്രഹ്മ. അപ്പൊ ഇങ്ങനെ എല്ലാം അതാണെന്ന് അറിഞ്ഞ് കഴിയുമ്പോഴോ പിന്നെ മേലിൽ ഈ ഉടലിൽ, ഈ ശരീരത്തിൽ, ഈ ജീവൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഉഴലേണ്ട ആവശ്യമില്ല. നൂനം ഉറപ്പായിട്ടും അങ്ങനെ ഇവിടെ ആരും പിന്നെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ സംസാര സമുദ്രത്തിൽ, ഈ അജ്ഞാനത്തിൽ, ഈ അന്ധകാരത്തിൽ, ഈ അറിവില്ലായ്മയിൽ ഞാൻ പാപിയാണ്, ഞാൻ ജീവനാണ്, എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള ഈ ഉടലുമായി, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുന്ന അതിൽ തീർച്ചയായിട്ടും കിടന്ന് ഉഴലേണ്ടതില്ല എന്ന് ഉറപ്പു പറയാണ്. അപ്പോ അതിന് നമുക്ക് വേണ്ടുന്നത് എന്താണ്? കൃത്യമായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുവാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. നമ്മളിൽ പലർക്കും ധൈര്യമില്ല. ഇങ്ങനെ നമുക്കൊന്ന് എല്ലാം വിട്ടിട്ട്
ഒന്ന് ഇറങ്ങി ചിന്തിക്കുവാൻ നമുക്ക് ധൈര്യമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ നമ്മളെ പിടിച്ച് കൊളുത്തി വലിക്കും. നമ്മുടെ മുൻവിധികൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അങ്ങനെ പലതും നമ്മളെ കൊളുത്തി വലിക്കുമ്പോൾ അവിടെ പെട്ടുപോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പുനരഭിജനനം, പുനരഭിമരണം. അപ്പൊ തീർച്ചയായിട്ടും ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ ഉടലിൽ വീണ്ടും വീണ്ടും ഉഴലുന്ന ആ ഒരു രീതിയെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ട് തൻ്റെ സ്വരൂപത്തെ, ഈ എല്ലാം ആ ചൈതന്യമാണ് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരണം. അപ്പൊ അങ്ങനെ ഉണർത്തുക എന്നുള്ളതാണ് ശരിക്കും, അങ്ങനെയുള്ള ഒരു ഉണർത്ത് പാട്ടാണ് ശരിക്കും ആത്മോപദേശ ശതകം. അപ്പൊ അവനവന്റെ സ്വരൂപത്തെ, അവനവന്റെ ചൈതന്യത്തെ, അവനവന്റെ മഹിമയെ തൊട്ടുണർത്തുന്നതാണ്. അപ്പോ ആ തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മഹർഷിമാരുടെ വഴികൾ നമ്മൾ മറക്കാതെ, ആ വഴികളെ നമ്മൾ ബോധപൂർവം അടയ്ക്കാതെ, സ്വതന്ത്രമായി മുൻവിധികളില്ലാതെ അതിനെ മനസ്സിലാക്കി നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട്, അതിനെ ഡൈജസ്റ്റ് ചെയ്യണം, നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കുമെന്ന് തന്നെയാണ്. അപ്പോ നമുക്ക് തൽക്കാലം ഈ 2 ശ്ലോകങ്ങൾ ഇതൊന്നും കൂടി നമുക്കൊന്ന് വായിക്കാം. ജഡമറിവീല അറിവിന് ചിന്തയില്ല, ഓതിടുകയുമില്ല അറിവ് എന്നറിഞ്ഞ് സർവം, വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം. അപ്പൊ അങ്ങനെ നമുക്ക് എവർക്ക് സാധിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയോ നമസ്തേ. അറിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ വിളിക്കാം. സ്വാമിജി, ഈ ഇന്ന് ആദ്യം എടുത്ത ശ്ലോകം മനമല്ല കൊയ്ത് മഹേഷ പൂജ. ഇപ്പോ അദ്വൈതത്തില് ഈ 3 രീതിയാണല്ലോ. ആദ്യം ശ്രവണം, കേൾക്കുക, പിന്നെ മനനം, പിന്നെ നിത്യധ്യാസം. അതെ. അപ്പൊ ആദ്യം നമ്മൾ കേട്ടു, അത് കഴിഞ്ഞ് മനനം ചെയ്യുമ്പോൾ പൊതുവെ നമ്മുടെ ചിന്തകൾ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ തോട്ട്സ് കൂടുമല്ലേ ചെയ്യുന്നത്? കുറച്ച് ആദ്യം തോട്ടുകൾ കൂടും. ആ, പിന്നെ നമ്മൾ അതിനെങ്ങനെ ഫോളോ ചെയ്ത് മനസ്സിലാക്കി വരുമ്പോൾ തനിയെ അത് കുറയും. സ്വാഭാവികമായിട്ട് അതിങ്ങനെ കുറഞ്ഞു വരും. കാരണം പിന്നീട് അതിനങ്ങനെ പോകാൻ പറ്റാതെ വരും. കാരണം ആ പോക്ക് നിരർത്ഥകമാണെന്ന് മനസ്സിലാവും. അപ്പോ അത് പതിയെ, കാരണം ഒരു അർത്ഥമില്ലാതെ എന്തിനാ പോകുന്നത്? കാരണം അറിവ് അവിടെ വരികയാണ്. നമ്മൾ ഈ നമ്മൾ മനനം ചെയ്യുമ്പോൾ അവിടെ അറിവാണ് കയറി വരുന്നത്. അപ്പോ മനസ്സിന്റെ ഈ ഓട്ടം, മനസ്സും സങ്കല്പിച്ചു പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? അത് വെളിയിൽ അതിന് സുഖം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ വെളിയിലല്ല സുഖം ഇരിക്കുന്നതെന്ന് ആ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഓരോന്നിലൂടെയും തിരിച്ചറിയുകയാണത്. അപ്പൊ വെളിയിലല്ല ചുറ്റി നടക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ. ഇതിനെ ഇല്ലാതാക്കി ഇവിടെ സ്വന്തം സ്വരൂപത്തിലേക്കാണ് വരേണ്ടത് എന്ന് മനസ്സിന് മനസ്സിലാവും. അപ്പോൾ അതിന്റെ ഇതിങ്ങനെ പതിയെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ മനസ്സ് ഇങ്ങനെ എത്രയോ ജന്മങ്ങളായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വെളിയിലേക്ക് പോയി, അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ വളരെ നിർബന്ധപൂർവ്വം അതിനെ ആദ്യം പിടിച്ചുകൊണ്ട് വരണം. അതാണ് യമനിയമ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ കഴിഞ്ഞിട്ടാണ് ധ്യാനം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ പ്രത്യാഹരിക്കുകയാണ്, തിരിച്ചു പിടിക്കുകയാണ്. അവിടെ നമുക്കത് കുറച്ച് ഫോഴ്സ് ആവശ്യമുണ്ട്, ബലം ആവശ്യമുണ്ട്. ധാരണയും അങ്ങനത്തെയാണ്. എഫർട്ട്ഫുൾ കോൺസെൻട്രേഷൻ ആണ് ശരിക്കും ധാരണ എന്ന് പറയുന്നത്. എഫർട്ട്ലെസ് കോൺസെൻട്രേഷൻ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. വ്യത്യാസമുണ്ട്. അപ്പൊ പ്രത്യാഹാരം, ഈ വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ നമ്മൾ ബോധപൂർവം ബലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അറിവ് ഉപയോഗിച്ച് ഇതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പതിയെ അതങ്ങ് കെട്ടടങ്ങും. അങ്ങനെയാ വരും. അപ്പൊ സ്വാമിജി പറഞ്ഞു ധൈര്യം വേണം. നമ്മുടെ ഈ ഈ മനസ്സിലെ ചിന്തകളൊക്കെ നിർത്തണമെങ്കിൽ. അപ്പൊ ഈ മനനം വഴി നമുക്ക് ധൈര്യം കൂടുവോ? ധൈര്യം വരും. നമുക്ക് ചിലര് പേടിച്ചു പോകും. കാരണം അറിയോ, ഈ എന്ത് സംഭവിക്കും എന്നുള്ളൊരു വിഷയം വരും ചിലപ്പോ. ഇതൊക്കെ വിട്ടാൽ എന്താവും എന്നൊക്കെ ഒരു മനസ്സ് നമ്മളെ പേടിപ്പിച്ചു കളയും.
നമ്മൾ അതിന് വിടാതെ, നമ്മൾ മനസ്സിന്റെ വഴിക്ക് അതിന് വിടാതെ നമ്മൾ ശക്തമായിട്ട് നിൽക്കണം. അപ്പോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ നമ്മൾ ചോദിച്ചോളണം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കയറി പോരാൻ പറ്റും. അപ്പൊ ഒരു ഗുരുവിന്റെ സഹായം വേണം തോന്നുന്നു അല്ലേ, ഈ ധൈര്യം. കാരണം നമ്മുടെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു ഗുരു ആവശ്യമാണ്. ആ ഗുരു കൃത്യമായിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ച ആളായിരിക്കണം, കൃത്യമായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏബിൾ ആയിരിക്കണം. പല കുട്ടി ഗുരുക്കന്മാരും ഉണ്ട്, അവര് നമ്മളെ കൊണ്ട് കുഴി ചാടിച്ചോളെ. ഈ നമ്മുടെ ഈ ആന അന്ധന് ഇത് എന്ന് പറഞ്ഞ പോലെയാണ്, അന്ധന്മാര് ആനയെ കാണാൻ പോയ പോലെ. അപ്പോ അന്ധന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇപ്പൊ കുട്ടി ഗുരുക്കന്മാർ കുറെ ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കഷ്ടകാലം, നമ്മുടെ പ്രാരബ്ധം ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ചെന്ന് പെട്ടുപോകും. പക്ഷെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കരക്കയറി പോരാനും പറ്റും. അടുത്തൊരു വഴി ഉണ്ടാവും, ആ വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റും. അപ്പൊ നമ്മുടെ ബുദ്ധിയും ഒക്കെ വളരെ ഷാർപ്പായിരിക്കണം, നമ്മൾ സത്യസന്ധരായിരിക്കണം, ആത്മാർത്ഥമായിട്ട്. സത്യസന്ധത പറയുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ സത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കണം, ഈ ജന്മത്തെ തന്നെ അറിയണം എന്നുള്ള അതിശക്തമായ ഒരു ഇച്ഛ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വഴിതെറ്റിപ്പോയാലും ആ സമയത്ത് നമ്മുടെ ഗുരു നമ്മളെ വന്ന് രക്ഷിച്ചോളും. നമ്മുടെ ഗുരു വരും. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഗുരുക്കന്മാരുണ്ടാവും. പല ഗുരുക്കന്മാരില്ല, ഒരേ ഗുരു ഉള്ളൂ, പക്ഷെ പല രൂപത്തിലായിരിക്കും, പല നമ്മുടെ ചില സംസ്കാരത്തിനനുസരിച്ചിട്ടായിരിക്കും അവര് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അന്നേരം നമ്മൾ തിരിച്ചറിയലും വലിയ പണിയാണ്. കാരണം പലപ്പോഴും അങ്ങനെയാണ് ഈ വലിയ വലിയ മഹാത്മാക്കളെ, ഉദാഹരണം പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സശരീരനായിരുന്നപ്പോ എത്രയോ നൂറുകണക്കിന് ആളുകൾ ഗുരുവിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരു ഇങ്ങനെ വലിയൊരു മുക്തപുരുഷനാണ്, അങ്ങനെ ഒരു മഹാത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിന്റെ കൂടെ നടന്നവർ വളരെ കുറവുണ്ടായിട്ടുള്ളൂ. അപ്പോ ഒരിക്കലും ഒരു കവി ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി, നേരിട്ട് കണ്ടവർ ആരും നേരായി അറിഞ്ഞില്ല തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവര് ശരിയായ രീതിയിൽ, നേരായി എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതെല്ലാ ഗുരുക്കന്മാരുടെ കാര്യത്തിൽ ശരിയാണ്. വളരെ അപൂർവമായിട്ട് ഇപ്പോ വിവേകാനന്ദ സ്വാമി ഒക്കെ രാമകൃഷ്ണനും തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് മറ്റുള്ളവർക്കും അറിയാൻ പറ്റി എന്നുള്ളതല്ലാതെ അപ്പോ എത്രയോ ഗുരുക്കന്മാര് കിടക്കുന്നു, അവരെയൊന്നും ആ രീതിയിൽ. കാരണം എപ്പോഴും ഭക്തന്മാര് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകള് അവരുടെ കാഴ്ചപ്പാടിലായിരിക്കും ഇവരെ വിലയിരുത്തുന്നത്. അപ്പൊ വിലയിരുത്തി വരുമ്പോഴേക്കും അവരുടെ കാര്യം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, പിന്നെ അയ്യോടാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയാനും കൂടി നമുക്കൊരു ഇതുണ്ടാവണമല്ലോ. ഇപ്പൊ നമ്മുടെ പ്രാരബ്ധം, സത്യസന്ധത എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നല്ല സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് കണ്ടെത്താനും തിരിച്ചറിയാനും അതിലൂടെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും. ഹരിയും ലാലിയക്ക. ഈ അവധൂതനെ പറ്റി സ്വാമിജി സൂചിപ്പിച്ചല്ലോ, അതെങ്ങനെയാ സ്വാമിജി അത് അവരുടെ ശരിയായ ഒരു അവധൂതന നമുക്ക് മനസ്സിലാവുക? പാടാണ്. നമുക്ക് അവധൂതന്മാരെ നമുക്ക് ബാഹ്യമായിട്ടുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറെ സാധന ചെയ്യുന്ന, നമുക്ക് ആ രീതിയിൽ കുറെ ഒരു അവയർനെസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ പല പ്രവൃത്തികളും അല്ലെങ്കിൽ പല വാക്കുകളും വളരെ വ്യത്യസ്തമായിരിക്കും, സാധാരണ ആൾക്കാരെ പോലെ ആയിരിക്കില്ല. അതിൽ പലതും അവരിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കും ചില സംസാരിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് അങ്ങനെ നല്ല ജെനുവിനായിട്ടുള്ള അവധൂതന്മാരാണെങ്കിൽ അവരുടെ പ്രാകൃതമായിട്ടുള്ള വേഷം ആണെങ്കിലും അവർക്ക് യാതൊരു രീതിയിലുള്ള ദുർഗന്ധമോ അങ്ങനെയുള്ളൊന്നും ഉണ്ടാവില്ല. അവർ വളരെ ഇതായിരിക്കും. അപ്പോ അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കുറച്ച് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നമ്മൾ ആ രീതിയിൽ സാധകന്മാരൊക്കെ ആയിരിക്കുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ചോദിക്കണായിരുന്നോ? സ്വാമികള് ഇപ്പം കുടുംബമായിട്ട് കഴിയുന്നവർക്കാണെങ്കിൽ ഇത് സാധിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുടുംബമായിട്ട് കഴിയുന്നവർക്ക് ഈ ഒരു ഇതിലേക്കെല്ലാം പോകുമ്പോഴത്തേക്കും മനസ്സ് മാത്രമല്ലോ എതിർക്കാൻ വരിക, കുടുംബത്തിലുള്ളവരും ഇതിനോട്. അതാണ് ശ്രേയാംസി ബഹുവിജ്ഞാനി എന്നാ പറയുന്നത്. ശ്രേയസിലേക്കുള്ള മാർഗത്തിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് പോകണം. കാരണം വെച്ചാൽ നമ്മൾക്ക് വേണ്ടുന്നത്
ശരിക്കുള്ള സെൽഫ് റിയലൈസേഷൻ ആണോ അത് മറ്റുള്ളതാണോ എന്ന് നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു വിഷയം. അപ്പോ അതിനെ ആശ്രയിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോ പല രീതിയിലും പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരും. അപ്പൊ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങള്, നമ്മുടെ കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ചാണ് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ ചിലപ്പോൾ നമുക്ക് അതിൽ നല്ല വിരക്തി ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വിട്ടു മാറണമെന്ന് തോന്നാം. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കത് ആ രീതിയിൽ നമുക്കൊരു നിലപാടിൽ എടുക്കാൻ പറ്റും. അപ്പൊ വീട്ടിലുള്ള ആളുകൾക്കും അത് കുറച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഒരുപക്ഷെ കുറച്ച് സംസ്കാരമൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ അത് നമ്മുടെ ഒരു ചില പ്രാരബ്ധം പോലെ ഇരിക്കും. അപ്പൊ അനുകൂലമല്ലാതെയൊക്കെ വരികയും നമ്മൾ പരമാവധി ക്ഷമിക്കുകയും അല്ലെങ്കിൽ പരമാവധി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ശ്രമിക്കുമ്പോഴും പറ്റാതെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരൊക്കെ വീട് വിട്ടു പോകുന്നത്. അപ്പോ എനിക്കറിയാവുന്ന വടക്കേ ഇന്ത്യയിലെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവര് വിവാഹമൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ മാതാപിതാക്കൾ നിർബന്ധം കൊണ്ട് വിവാഹം കഴിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞൊക്കെ ജനിച്ചു. അപ്പോ അങ്ങനെ അവരിങ്ങനെ ഒരു കുട്ടിക്ക് ഒരു 7-8 മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഹസ്ബൻഡും ഇവരും കൂടി ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു വിരക്തി ഉണ്ടായി. കാരണം ഇത് തന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഭർത്താവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അവര് പോരാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഭർത്താവ് വിചാരിച്ചത് അവര് ബാത്റൂമിൽ പോയേക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും ആളെ കാണാനില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോ ട്രെയിനിൽ ആളില്ല. അപ്പൊ പിന്നെ ഇവര് പല സ്ഥലത്തും അന്വേഷണമൊക്കെ നടത്തി. അപ്പൊ എന്ത് ചെയ്തു, അവര് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവര് നേരെ ഗുരുസ്ഥാനത്ത് പോയി. അപ്പൊ ഗുരുവിന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് എന്റെ വഴി അതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടി. അപ്പോഴേക്കും പിന്നീട് അവര് അവരുടെ ഗുരുവിന്റെ അടുത്തൊക്കെ ചെല്ലുകയും പിന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവരെ കുംഭമേളയ്ക്ക് 96 കുംഭമേളയ്ക്ക് അവിടെ ഹരിദ്വാറിൽ വെച്ച് ഒരു പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് അത്രമാത്രം വിരക്തിയാണെങ്കിൽ, ഈ ഭൗതിക ജീവിതത്തോട് താല്പര്യമില്ല എങ്കിൽ അവര് ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകാം. പക്ഷെ ചിലർക്ക് ഇതോട് കൂടി തന്നെ അപ്പൊ അവര് ഫാമിലിയൊക്കെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഹസ്ബൻഡും വൈഫും ഒക്കെ ആ രീതിയിൽ ഒരേപോലെ ചിന്തിക്കുന്നവരും സാധന ചെയ്യുന്നവരും ആണെങ്കിൽ എങ്ങും പോകേണ്ട ആവശ്യമില്ല. വളരെ ഇതായിട്ട് തന്നെ നമുക്ക് അവിടെ കുടുംബ ജീവിതത്തിൽ തന്നെ സാധനയൊക്കെ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഹരിയും ഒരു എസ്കേപ്പിസമായിട്ട് ചില ആൾക്കാർ ഇതിങ്ങനെ അതുണ്ട്. പലപ്പോഴും എസ്കേപ്പിസം നമ്മൾ 99% എസ്കേപ്പിസമാണ്. അവർക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് അവർ ഒളിച്ചോടുന്നു. അതുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കുള്ള റിയലൈസേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോ ഗീതയിൽ തന്നെ അത് പറയും, ഈ എത്രയോ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ കശ്ചിത് യതതി സിദ്ധൈ എന്നാണ്. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. കാരണം അത്രമാത്രം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ഒരുപാട് പ്രലോഭനങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ പ്രലോഭനങ്ങളിനെ അതിജീവിച്ചു പോകുക എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ സുഹൃതവും ഗുരുവിന്റെ കടാക്ഷവും നമ്മുടെ പ്രയത്നവും അങ്ങനെ പല പല ഘടകങ്ങളായിരുന്നു. അപ്പൊ നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം സീരിയസ് ആണ്, അതാണ് ഇവിടുത്തെ വിഷയം. മുമുക്ഷുത്വം എന്നൊക്കെ അതിന് പറയുന്നത്, മഹർഷിമാർ ഉപയോഗിക്കുന്ന വാക്ക് അതാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം സീരിയസ് ആണ്, എനിക്കിത് കിട്ടി. ഇപ്പൊ നമ്മൾ അതിനാണ് ഉദാഹരണമൊക്കെ പറയും. ഒരു വ്യക്തിയെ അവന് വെള്ളത്തിൽ പിടിച്ച് മുക്കി വെച്ച് കഴിഞ്ഞാല് ശ്വാസം എടുക്കാൻ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. കാരണം അത്രയും ഇത് സർവശക്തി ഉപയോഗിച്ചിട്ടാണ് അയാള് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അപ്പോ അത്രമാത്രം നമുക്ക് ഉള്ളിന്റെ ഉള്ളില് ആ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ മുമുക്ഷുത്വം വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുവരെ സംഭവിക്കില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് സന്യാസം തന്നെ 2 രീതിയിലാണ് പറയുന്നത്, വിദ്വത് സന്യാസവും വിവിധിഷാ സന്യാസവും എന്നാണ്. അപ്പോ അറിഞ്ഞിട്ട് സന്യസിക്കുന്നവരും അറിയാൻ വേണ്ടി സന്യസിക്കുന്നവരുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടവരാണ്. സന്യാസം എന്ന് പറയുന്നത് അറിവിന് വേണ്ടിയിട്ട് പോകുന്നവരാണ്. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് കൂടുതൽ പേരും. വളരെ വളരെ അപൂർവമായിട്ടുള്ളവരാണ് മറ്റേ ഇതിൽ അറിഞ്ഞിട്ട് ഇവിടെ ജീവിക്കുന്നത്. അപ്പോ ശരിക്കും അവനവനെ കുറിച്ച് അറിഞ്ഞിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള ജീവിതം. മറ്റുള്ളതൊക്കെ ഒരു ജീവിതം അത്ര തന്നെ. നമ്മൾ ഈ പൈസയ്ക്ക് മറ്റു പലതിനും വേണ്ടി ഇങ്ങനെ ഓടി അധികാരത്തിനും അതുപോലെ എത്രയോ കാര്യങ്ങൾക്കാണ് നമ്മൾ ഓടുന്നത്. അപ്പോഴേക്കും എവിടെയെങ്കിലും
ഏഹ് ഒരു അറിയുന്ന ഒരു കുട്ടിയുണ്ട്, എപ്പോഴും യോഗാഭ്യാസം, എപ്പോഴും തലകുത്തി നിൽക്കും. ഏതെന്തേലും യോഗ യോഗ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാ. പിന്നെ നല്ല ആഹാരങ്ങളേ കഴിക്കുള്ളൂ. സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരം ഒന്നും കഴിക്കില്ല. അതും ഫുഡ് ഓർഡർ ചെയ്തിട്ട് സാലഡ്സ് അങ്ങനത്തെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. എന്നിട്ട് ഒരു സുഖമില്ല. പക്ഷെ അവൾക്ക് കുംഭമേളയ്ക്ക് പോകണം, എല്ലാവരുടെയും ഫ്ലൈറ്റ് പിടിച്ച് പോകണം, അതൊക്കെ വീട് നോക്കണം എന്നൊരു ഇതില്ല. പക്ഷെ ഭർത്താവ് ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ആ എന്റെ വഴി തനി വഴി എന്നുള്ള പോലെ, ദിസ് ഇസ് മൈ വേ ഓഫ് ലൈഫ്, യോഗ യോഗ. എന്നിട്ട് അങ്ങനെ അല്ല യോഗ എന്ന് പറയുന്നത് തലകുത്തി നിൽക്കുന്നതും ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് യോഗ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആ കുട്ടി. അതായത് ഈ യോഗ നമ്മളിപ്പോ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, സമത്വം അത് ആന്തരികമായിട്ട് ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾക്ക് യാത്ര ചെയ്യണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ഈ വഴി എപ്പോഴും തനിയെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പോകുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് വേദാന്തമൊക്കെ പറയാം, സ്പിരിച്വാലിറ്റി പറയാം. ഒന്നുമില്ലാതെ അതിനാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് പറയും. നമ്മൾ ഒന്നുമില്ലാതെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ബാലൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ബാലൻസ് ഓഫ് മൈൻഡ്. അപ്പോൾ അത് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ യോഗം ഇല്ല. ഒരുമാതിരി എസ്കേപ്പിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തലകുത്തി നിൽക്കുക, മറ്റുള്ള എക്സസൈസ് ചെയ്യുക, ഒരു ശരീരത്തെ അമിതമായിട്ട് പീഡിപ്പിക്കുന്നതും യോഗമല്ല. അതുകൊണ്ട് പിന്നെ കുടുംബത്തില് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കണ്ട, എല്ലാത്തിനും കുക്ക് ആക്കണം. പക്ഷെ ഏതു നേരം പൂജയും ഫുള്ള് പുക നിറച്ച് കുറേ ഉതുപത്തി കത്തിച്ച് അങ്ങനെ കുറച്ചൊരു ആ എക്സ്റ്റെൻഡ്. അതൊക്കെ ശരിക്കുള്ള ഒരു ഇതല്ല, ഒരു സ്പിരിച്വാലിറ്റി അല്ല. അങ്ങനെയാണെന്ന് ധരിച്ചിരിക്കുന്നു അവര്, അത്രേ ഉള്ളൂ. അത് അത് കുറെ പല ധാരണകളിൽ നിന്ന് നമ്മൾ വെളിയിൽ വരേണ്ടതായിട്ടുണ്ട്. അതിനെ പറഞ്ഞ മുൻവിധി എന്ന് പറയും, പ്രീ കണ്ടീഷൻസ്. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയോ ആ ആളുടെ മനസ്സിലേക്ക് അങ്ങനെ കയറിയിരിക്കാം. അതിനെ നമുക്ക് ഡീകോഡ് ചെയ്താലേ പറ്റൂ. ഹരിയും ഹരിയും കിരണണ്ണ. ഗൈഡ് ചെയ്യുന്ന ഗുരുവിന് ഭൗതിക ശരീരം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഭൗതികമായിട്ടുള്ള ശരീരം നമുക്ക് 99% ഉണ്ടാകാറുണ്ട്. സൂക്ഷ്മമായ രീതിയിലും ഗുരുക്കന്മാര് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ചിലത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഇതിനകത്ത് ചിലപ്പോൾ ടാലി ആകാതെ വരാറുണ്ട്. ചില ഗുരുക്കന്മാര്, കാരണം എനിക്കറിയാവുന്ന പലരും ഉണ്ട്, അപ്പൊ അവർക്ക് അവരുടേതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോ അത് അവര് എങ്ങനെ അതിനെ ഡീൽ ചെയ്യും? കാരണം പലപ്പോഴും അത് ടാലി ആകാതെ വരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അവർ കറക്റ്റ് ആണ്, പക്ഷെ ചിലതിനകത്ത് ചില ഇത് വരുന്നുണ്ട്. അപ്പൊ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഒക്കെ അവര് കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പലപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ളവർ നേരിട്ട് തന്നെ വന്നിട്ടാണ് അത് കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഹരിയും അപ്പോ പ്രത്യാഹാരം പറഞ്ഞോളൂ. ഉള്ളിലേക്ക് വെക്കുന്നതാണല്ലോ. അപ്പൊ അതിന് പകരം വേമ്പറിയിക്കുന്നത് പ്രകൃതിയിലല്ലേ? ഇതിന് പകരമായിട്ട് എന്തെങ്കിലും ഉള്ള വഴി പറയുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല, അത് വിട്ടു പോകുന്നേ. പ്രത്യാഹാരം എന്ന് പറയുന്നത് ബലം ആദ്യം ബലം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കണമല്ലോ തുടക്കത്തില്. അതെ, പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ നമ്മള് ഈ വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അതിനെ നമ്മൾ അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞ് ആണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. അതിന് കടുംപിടുത്തം പിടിച്ചാല് നമുക്ക് അങ്ങനെ ഒരുപാട് ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന പോലെയാവും. അത് കുഴപ്പമാണ്. അതുകൊണ്ട് അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ നല്ല ഒരു ഇതിൽ വേണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. പലപ്പോഴും ഈ പല ആളുകളെ നമുക്ക് കാണാം, അവരിങ്ങനെ കടുംപിടുത്തം പിടിക്കും. അപ്പൊ അത് അറിവ് ഉപയോഗിച്ചിട്ട് വേണം അതിനെ നമ്മൾ പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ വരും. ഹരിയും സമയമായി. അങ്ങനെ നമുക്ക് ഇന്ന് 2 ശ്ലോകങ്ങളാണ് സ്വാമിജി ഇവിടെ വിശദമായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പൊ സ്വാമിജി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വലിയ ത്യാഗികളാണ്, അല്ലെ? നമ്മളെല്ലാം
വലിയ വലിയ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും അത്യാഗ്രഹികളാകണം. എളുപ്പം വലിയ വലിയ കാര്യങ്ങൾ വേണം, ആഗ്രഹിക്കണം, അല്ലേ? അപ്പോൾ ഈ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാക്കാം. ശാന്തിമന്ത്രം ചൊല്ലി നമുക്ക് എക്സിറ്റ് ആകാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.